ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 11 രാത്രി ഒരു 10 മണി കഴിഞ്ഞാണ്. നമുക്ക് പിറ്റേ ദിവസം അതായത് ഓഗസ്റ്റ് 12 തീയതി രാവിലെ ഒരു 2 മണിയാകുമ്പോൾ നമുക്ക് കർക്കിടകമാണ്. അപ്പം ബലി ഇടാൻ പോകണം. അപ്പം ഞാനിങ്ങനെ സമയം നോക്കി നോക്കിയിരിക്കുകയാണ്. ഞാൻ ആദ്യം വിചാരിച്ചു ഉറങ്ങാതിരുന്ന് 2 മണി മേടിച്ച് പോവാം. പിന്നെ എനിക്ക് വിശന്ന് ഞാൻ എപ്പോഴേക്കോ ഉറങ്ങിപ്പോയി. ഞാൻ വിശന്ന സമയത്ത് ഞാനൊരു ഒരു 11:30 ആയപ്പോഴത്തേക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് സമയം ഞാൻ ഫോൺ നോക്കിയിരുന്ന് ഞാനങ്ങ് ഉറങ്ങി ഫോൺ റിങ് ചെയ്യുന്ന കേട്ടാണ് ഞാൻ എണീച്ചത്. അപ്പോൾ സമയം ഒരു 1:45 കാണും. അപ്പം നമ്മൾ നേരെ വണ്ടി എടുത്തിട്ട് ഒരു 3-4 പേരുണ്ട്. ഞാൻ ബലിയിടുന്നില്ല, എനിക്ക് വയ്യാത്തത് കൊണ്ട്. എൻ്റെ വീട്ടിൻ്റെ അപ്പുറത്ത് ഒരു ആളുണ്ട്. അപ്പം അവരെയും കൂടെ കയറ്റിയിട്ട് നമുക്ക് പോവാം. ഭയങ്കര ട്രാഫിക്കായിരുന്നു. അങ്ങനെ നമ്മൾ അവസാനം ക്ലിഫിലെത്തി. നമ്മൾ പാവനാശത്ത് പോകാമെന്നാണ് വിചാരിച്ചിരുന്നത്, കടലിൻ്റെ ഫ്രണ്ടിൽ. പക്ഷെ അങ്ങോട്ട് വണ്ടി കയറ്റി വിടില്ല. ഇപ്പം തന്നെ നമ്മൾ എങ്ങനെയൊക്കെ കറങ്ങി ചുറ്റിയാണ് ക്ലിഫിലെത്തിയത്. ക്ലിഫിൽ നിന്ന് കുറച്ച് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് കടലിലെത്താം, താഴോട്ട് ബലിയിടുന്ന സ്ഥലത്ത്. അങ്ങനെ മമ്മി എനിക്ക് കട്ടൻ ചായയൊക്കെ ഫ്ലാസ്കിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഞാനത് എടുത്തിങ്ങനെ കുടിക്കാമെന്നൊക്കെ ആലോചിച്ച് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ കുടിച്ച് കഴിഞ്ഞൊരു പ്രശ്നമുണ്ട്, മൂത്രം ഒഴിക്കാൻ മുട്ടും. അപ്പം നമുക്ക് അവിടെ പോകാനുള്ളൊരു സെറ്റപ്പില്ല. ഞാൻ കാർ പാർക്ക് ചെയ്ത് അതിൻ്റെ അകത്ത് തന്നെ ഇരിക്കുകയാണ്. കഷ്ടിച്ച് എനിക്ക് കുറച്ച് സ്ഥലം കിട്ടി പാർക്ക് ചെയ്യാൻ. അങ്ങനെ ഞാൻ അവിടെ കൊണ്ട് പാർക്ക് ചെയ്ത്. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ, ഭയങ്കര തിരക്ക്, ഭയങ്കര വണ്ടി ആയിരുന്നു. വെളുപ്പാങ്കാലത്ത് 2 മണിക്ക്. ഇതിൻ്റെ ബേക്കിലോട്ട് നോക്കിയാൽ നമുക്ക് കടലാണ്. എനിക്ക് കടലിലോട്ടൊക്കെ ഇറങ്ങണമെന്നുണ്ട്, പക്ഷേ വയ്യാത്തത് കൊണ്ട് ഞാൻ ഇറങ്ങുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് കട്ടൻ ചായ കുടിക്കാമെന്ന്. അങ്ങനെ ഞാനത് തുറന്ന് കുറച്ച് കട്ടൻ ചായ അതിലോട്ട് ഒഴിച്ചു, ഞാൻ കുടിച്ചു. നല്ല കട്ടൻ ചായ ആയിരുന്നു. കുറേ സമയം ഞാൻ അങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ വിചാരിച്ച് ഇറങ്ങിയാലോ. പിന്നെ അവസാനം ഞാൻ ഇറങ്ങി ഗൈസ്. നടന്ന് ഞാൻ അങ്ങോട്ട് പോയി. തലയിൽ കൂടെ മറ്റേ സാധനമൊക്കെ ഇട്ട് ഞാൻ മറച്ചോണ്ട് ഭയങ്കര തണുപ്പായിരുന്നു. അങ്ങനെ പോയി. നല്ല തിരകളൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. അത് വണ്ടിയൊക്കെ കുറച്ചൊക്കെ അങ്ങ് പോയി. ഞാൻ പിന്നെ പാർക്കിൽ നിന്ന് കുറച്ച് ബാക്കിലോട്ട് വണ്ടി എടുത്തിട്ട് നോക്കിയിരുന്നു. നല്ല ശബ്ദമായിരുന്നു, കടലിൻ്റെ തിരയടിക്കുന്ന ശബ്ദം. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് കുറച്ച് വീഡിയോ ഫോട്ടോയൊക്കെ എടുത്തു കടലിൻ്റെ. പിന്നെ ഞാൻ അകത്ത് കയറി വന്ന് ഇനിയും കിടപ്പുണ്ടെന്ന്. അവരെപ്പോൾ വരുമെന്നൊരു ഐഡിയ ഇല്ല. ഇപ്പോൾ ഏകദേശം 3:30 മണിയൊക്കെ ആയി കാണും. അവരൊരു 5-6 മണിയൊക്കെ ആകുമ്പോൾ എത്തുമായിരിക്കും. അങ്ങനെ ഞാൻ കാറിൻ്റെ അകത്ത് കിടന്ന് ഉറങ്ങാമെന്ന് വെച്ചു. കാലത്ത് നമുക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല, ചെറിയ വണ്ടി ആയതുകൊണ്ട് നമുക്ക് കിടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഒരു 5-5:30 ആയപ്പോഴത്തേക്കും അവരെത്തി. അങ്ങനെ പിന്നെ ഞാൻ വണ്ടിയുടെ തിരിച്ചു പോയതൊന്നും ഞാൻ എടുത്തില്ല. എന്നിട്ട് നേരെ വീട്ടിൽ പോയി കിടന്ന് പുതച്ചങ്ങ് ഉറങ്ങി. അപ്പോൾ ഓക്കെ, ബായ്.